ഈ വാതിൽ തുറക്കുമ്പോൾ ഞാൻ കിടക്കുന്നത് ഒരു സാധാരണ മ്യൂസിയത്തിലേക്കല്ല, 250 വർഷം പഴക്കമുള്ളൊരു ജീവിതകഥയിലേക്കാണ്. കാനഡ നോവാസ്കോഷ്യ കേപ്പ് ബ്രിട്ടൻ ദ്വീപിലെ അയോണ എന്ന ചെറിയ ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ. ഇവിടെയാണ് ഹൈലാൻഡ് വില്ലേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. വടക്കേ അമേരിക്കയിലെ ഗേലിക് ഭാഷയും സംസ്കാരവും ജീവനോട് കാത്തു സൂക്ഷിക്കുന്ന ഒരേയൊരു ലിവിങ് ഹിസ്റ്ററി മ്യൂസിയമാണിത്. 43 ഏക്കർ വിസ്തൃതിയിലാണ് ഈ മ്യൂസിയം പരന്നു കിടക്കുന്നത്. നടപ്പാതെ നമ്മളെ കൊണ്ടുപോകുന്ന കാലക്രമത്തിലൂടെയാണ്. 1770 മുതൽ 1920 വരെയുള്ള നോവാസ്കോഷ്യൻ ജീവിതം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ താഴെ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ബ്രാഡോർ തടാകം. ഉപ്പുവെള്ളവും ശുദ്ധജലവും എല്ലാം കലർന്ന അറ്റ്ലാന്റിക് സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അപൂർവ തടാകമാണിത്. ഇനി ഇവിടെ ഈ കാണുന്നതാണ് ബ്ലാക്ക് ഹൗസ് അല്ലെങ്കിൽ സ്റ്റോൺ ഹൗസ് എന്നറിയപ്പെടുന്നത്. 1790കളിലെ മാതൃകയിൽ നിർമ്മിച്ചതാണ്. കല്ലും മണ്ണും പുല്ലും കൊണ്ടുമുള്ള മേൽക്കുരയുള്ള ഈ വീട്. ഈ വീടിൻ്റെ അകത്ത് കയറിയ വളരെ ഇരുണ്ടതും ലളിതവുമായൊരു ഇടമാണ്. നടുവിലെ അടുപ്പ് നമുക്ക് കാണാം. പുറത്തോട്ട് പുക പോകാനായിട്ട് മേൽക്കുരയിൽ ചെറിയ വിടവുകൾ മാത്രമാണ് ഉള്ളത്. വിൻ്റർ അല്ലെങ്കിൽ മഞ്ഞുകാലം വരുമ്പോൾ ഒരു കുടുംബവും കന്നുകാലികളും എല്ലാം ഇതിനകത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഒരറ്റത്ത് മനുഷ്യരും മറ്റേ അറ്റത്ത് മൃഗങ്ങളും. അന്നത്തെ കാലത്ത് അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് കാണാം. പിന്നെ അവിടുന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിമനോഹരമായൊരു ലാൻഡ്സ്കേപ്പ് വ്യൂ ആണ് അവിടുത്തെ. ആ വില്ലേജിൻ്റെ, അവരെ കീപ്പ് ചെയ്യുന്ന വില്ലേജിൻ്റെ അതിമനോഹരമായൊരു കാഴ്ച. ഇനി ഇവിടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് നമ്മൾ കാണാൻ പോകുന്നത് 1830 കാലഘട്ടത്തിൽ, അതായത് 10-40 വർഷത്തിന് ശേഷമുള്ള ഒരു തടി കൊണ്ട് നിർമ്മിച്ചൊരു വീടാണ്. അപ്പം അങ്ങോട്ട് വന്ന കുടിയേറ്റക്കാർക്ക് അവർ കൂടുതൽ സ്ഥിരതയെ അറിയിച്ച് തുടങ്ങിയതിൻ്റെ ഒരു അടയാളമാണ് ഈ തടി കൊണ്ടുള്ള വീട്. അപ്പം ഇതിനകത്തോട്ട് കയറിയാലും നമുക്ക് അന്നത്തെ കാലത്ത് അവരുപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിയും. പിന്നെ അന്നത്തെ കാലത്ത് അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിക്കുന്ന അന്നത്തെ കാലഘട്ടത്തിലെ വസ്ത്രധാരണത്തോട് കൂടിയിട്ടുള്ളൊരു ലേഡി അവിടെയുണ്ട്. ഇതെല്ലാം നമുക്ക് അവിടുത്തെ അന്നത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ചോദിച്ചറിയാം. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു ലിവിങ് മ്യൂസിയം ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവരുടെ സംസാരിച്ചാൽ അന്നത്തെ ആ കാലഘട്ടത്തിൽ അവരെങ്ങനെയായിരുന്നു അങ്ങനെ മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. ഇതിൽ നമുക്ക് കാണാം ഒരു ഒറ്റമുറി വീടാണിത്. ഒറ്റമുറി. ആ മുറിയിൽ തന്നെയാണ് അവർ കൈത്തറി വസ്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം നിർമ്മിക്കുന്ന എല്ലാം കാണുന്നത്. ഇനി അടുത്ത ഒരു വീട്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതൊരു 1750 തൊട്ട് 1880 വരെയുള്ള കാലഘട്ടത്തെ കാണിക്കുന്ന വീടാണിത്. ഇപ്പോൾ ഈ ഗേലിക് ആൾക്കാർ ഇവിടെ വന്ന് കുടിയേറി അവരുടെ കുടുംബം എല്ലാം വളർന്ന് അവർ കുറച്ചുകൂടി സുഖകരമായിട്ട് ജീവിക്കാൻ വേണ്ടി മരം കൊണ്ട് നിർമ്മിച്ച വീട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കയറിയാൽ അന്നത്തെ കാലത്തെ ഫർണിച്ചറുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിയും. അന്ന് തടി കൊണ്ട് നിർമ്മിച്ച കട്ടിലും പിന്നെ അതിലൊരു പ്രത്യേകത കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച തൊട്ടിലുകളും നമുക്ക് കാണാം. അതിമനോഹരമായിട്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. അതിലൊരു കുട്ടി ബൊമ്മയെ കൂടി കിടത്തിയിട്ടുണ്ട് അവർ. ഇനി ആ ഒരു സ്റ്റോൺ ഹൗസിന് ശേഷമുള്ള കാലഘട്ടത്തിൽ എല്ലാവരും ചെയ്തിരുന്ന ഒരു തൊഴിലാണ് കൈത്തറി വസ്ത്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള. ബ്ലാങ്കറ്റ് വസ്ത്രങ്ങൾ എല്ലാവരും അവർ തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം നമുക്ക് ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ വീടുകളിലും എല്ലാത്തിലും നമുക്ക് കാണാൻ കഴിയും. ആ ഒരു കൈത്തറി വസ്ത്രങ്ങളും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എല്ലാം. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിവിശാലമായ വയൽ പോലെ കിടക്കുന്ന കുന്നിൻ ചെരുവുകളാണ്. അപ്പോൾ ഒരു കാലത്ത് ഈ സ്ഥലമൊക്കെ മരം മൂടിയ കാടായിരുന്നു. ഇടതൂർന്ന മരങ്ങളെല്ലാം നിന്ന കാട്. അപ്പം ഇവർ വന്ന് കൈകൊണ്ട് ഓരോ മരങ്ങളും എല്ലാം വെട്ടിമാറ്റി ഇതിന് കൃഷിഭൂമിയായിട്ട് മാറ്റി. ഇപ്പോൾ ഒരു ലേഡി അവിടെ ഇരിക്കുന്നുണ്ട്. ലേഡി കൃഷി ചെയ്യുകയാണ്. അവരിപ്പോൾ ചെയ്തത് ഇപ്പോൾ അവർ നട്ടു വളർത്തുന്നതെല്ലാം പൊട്ടറ്റോ അഥവാ ഉരുളക്കിഴങ്ങാണ് അവർ കൃഷി ചെയ്യുന്നത് ഇപ്പം. അപ്പോൾ ഇതൊരു ലിവിങ് മ്യൂസിയം ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരിത് ഫുൾ ടൈം ഇവരിത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അന്നത്തെ കാലത്ത് അവർ എങ്ങനെയായിരുന്നു ഇരുന്നത് അതുപോലെ തന്നെ ഫുൾ ഡേ ഞങ്ങളിവിടെ ചെന്ന സമയം തൊട്ട് പോകുന്ന സമയം വരെ അത് കൃഷിയുടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിവിശാലമായ അവിടുത്തെ ലാൻഡ്സ്കേപ്പ് വ്യൂവും എല്ലാം കണ്ടു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ പള്ളിയാണ്. ഇത് മരം കൊണ്ട് നിർമ്മിച്ച പള്ളിയാണ്. ഈ പറഞ്ഞ ബ്രാഡോർ തടാകത്തിൻ്റെ തീരത്തുള്ള ഈ കുന്നിന് മുകളിലെയും മരം കൊണ്ട് നിർമ്മിച്ച പള്ളി അതിമനോഹരമാണ് കാണാൻ. അതിന് ചുറ്റുമുള്ള കാഴ്ചകളും എല്ലാം അതിമനോഹരമാണ്. ഈ പള്ളി നിർമ്മിച്ചത്
874 പള്ളിയുടെ പേര് എന്ന് പറഞ്ഞാൽ മാൽഗാവാച്ച് എന്നാണ് ആ ചർച്ചിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇത് ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിലേക്ക് കയറാൻ നമുക്ക് പെർമിഷൻ ഇല്ല. നമ്മൾ പള്ളിക്കകത്തേക്ക് കയറി കഴിഞ്ഞ് നിറയെ മരം കൊണ്ട് നിർമ്മിച്ച ബെഞ്ചുകളാണ്. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അന്നത്തെ ഗേലിക് ഭാഷയിലുള്ള പള്ളിയിലെ പ്രാർത്ഥന അത് അവരിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഫുൾ ടൈം അത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ഇപ്പോൾ നിറയെ ബെഞ്ചുകളും എല്ലാമായിട്ട് ഒരു 100, 150, 200 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു പള്ളി തന്നെയാണിത്. ഇത് നിർമ്മിച്ചിരിക്കുന്ന 1854 ആ ഒരു കാലഘട്ടത്തിലാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. അതിമനോഹരമായിട്ട് അവർ നിർമ്മിച്ചിരിക്കുന്നത് മരം കൊണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നൊരു മനോഹരമായിട്ടൊരു കാഴ്ച കാണാൻ പറ്റും. അന്നത്തെ കാലത്തിൻ്റെ ഒരു അടിപൊളി ഒരു കീബോർഡ്. ഇതും മരം കൊണ്ട് നിർമ്മിച്ചൊരു കീബോർഡാണ്. അതിമനോഹരമാണ്. അവരൊക്കെ ബുക്ക് വെച്ച് നോക്കി വായിക്കാനും എല്ലാ രീതിക്കും വളരെ ഭംഗിയോടുകൂടി നിർമ്മിച്ചിരിക്കുന്നൊരു കീബോർഡ്. പള്ളി കണ്ടില്ലേ, അതിമനോഹരമായിട്ടാണ് അവർ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്, ഫുള്ള് മരം കൊണ്ട്. പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിവിശാലമായിട്ടുള്ള പുൽമേടാണ്. ഇനി ഈ പുൽമേട്ടിൽ ഇവിടെ അവർ പ്രദർശിപ്പിച്ചിരിക്കുന്ന 1800-നും 1900-നും ഇടയ്ക്ക്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ കൃഷിക്കാർ ഉപയോഗിച്ചിരുന്ന പഴയ യന്ത്രങ്ങളും ഉപകരണങ്ങളും അതിനുവേണ്ടിയുള്ള ട്രാക്ടറുകളും. ട്രാക്ടറെല്ലാം വരുന്നതിന് മുന്നേ അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് കുതിരകളും അല്ലെങ്കിൽ മനുഷ്യരും അവരാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇതെല്ലാം വൈക്കോൽ ശേഖരിക്കാനും അല്ലെങ്കിൽ നിലം ഉഴുവാനോ വിളവെടുപ്പാനോ അതിനു വേണ്ടിയിട്ടെല്ലാമാണ് അവരിത് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതെല്ലാത്തിനും പ്രത്യേകത ഇതെല്ലാം കൈകൊണ്ട് നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. ആ കാലഘട്ടത്തിൽ അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് അവരത് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ പറഞ്ഞില്ലേ, ഇവർ ഈ മരം കൊണ്ടുള്ള വീട് കണ്ടപ്പോൾ മനസ്സിലായില്ലേ, അവർ മികച്ച മരപ്പണിക്കാരായിരുന്നു. അവരെല്ലാം സ്വന്തം കൈ കൊണ്ടാണ് നിർമ്മിച്ചത്. എല്ലാ വണ്ടികളും കാർഷിക ഉപകരണങ്ങളും എല്ലാം. അപ്പം ഇതെല്ലാം അന്നത്തെ കാലഘട്ടത്തിൽ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണിത്. ഇതെല്ലാം അടിപൊളിയായിട്ടാണ് അവർ ഓരോ മെഷീൻസും കാര്യങ്ങളും അത്ര കൃത്യതയോട് കൂടിയിട്ട് എല്ലാമാണ് അവർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ മെഷീൻസും എല്ലാം നമുക്കവിടെ കാണാം. പിന്നെ നമുക്കവിടെ നോക്കിയേ കാണാം മരം മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാളുകൾ, മരവാളുകൾ. പണ്ടത്തെ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ മരവാളൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണാനൊക്കെ അവരത് അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് എല്ലാവർക്കും വന്ന് കണ്ടുപോകാൻ പറ്റുന്ന രീതിക്ക് ഓരോന്നും എല്ലാം നല്ല അടിപൊളിയായിട്ട് അവരിത് നീറ്റായിട്ട് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ സാധന സാമഗ്രികളും നമുക്കവിടെ കാണാം. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ കാണുന്നതെല്ലാം അവിടുത്തെ ഓരോ മെഷീൻസ് ഉപകരണങ്ങളൊക്കെയാണ്. ഈ പറഞ്ഞ വണ്ടികളും, കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വണ്ടികളും, വീട് നിർമ്മിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് അവരൊരു കാർപ്പൻട്രി തടി കൊണ്ട് കുഴിച്ചൊരു പാത്രവും തവി കൊണ്ടുള്ള തവിയും എല്ലാം നമുക്ക് കാണാം. പിന്നെ വണ്ടിക്ക് വേണ്ടിയുള്ള മരം കൊണ്ടുണ്ടാക്കിയ ചക്രങ്ങൾ വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് അവരത് നിർമ്മിച്ചിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ. പിന്നീട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾക്ക് അന്നത്തെ കാലഘട്ടത്തിൽ മരം കൊണ്ടുണ്ടാക്കിയ വണ്ടികൾ. പക്ഷെ ഇതൊക്കെ വണ്ടി വലിക്കാനും എല്ലാത്തിനൊക്കെ ഒന്നല്ലെങ്കിൽ മനുഷ്യർ അല്ലെങ്കിൽ കുതിരകളാണ് കേട്ടോ. ഇതൊക്കെയാണ് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഭയങ്കര അതിമനോഹരമായിട്ടാണ് അവർ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അന്നത്തെ ഒരു ലക്ഷറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വേറെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് സ്മിത്തിൻ്റെ ഒരു ഇടമുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ കേട്ടോ അവർ ഈ വണ്ടി റിപ്പയറിന് വേണ്ടിയിട്ട് അവർ വെച്ചിരിക്കുന്ന എമൗണ്ട് നോക്കി കാണാം. ഇതാണ് അതിന് ശേഷം നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട്. ഇതെല്ലാം 1800 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിന് ശേഷമുള്ള വീടാണിത്. അപ്പോൾ ഈ വീട്ടിലിരിക്കുന്ന ആ സ്ത്രീയും അവരൊന്നും കണ്ടോ പറഞ്ഞില്ലേ, ഹാൻഡ്ലൂം അല്ലെങ്കിൽ കൈത്തറി വസ്ത്രങ്ങളുണ്ടാക്കിയാണ്. അപ്പോൾ ഈ ലേഡികളെല്ലാം ഇവരെല്ലാം വീട്ടിലിരുന്നിട്ട് ഇവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഈ പറഞ്ഞ കൈത്തറി വസ്ത്രങ്ങളും എല്ലാം ഉണ്ടാക്കുന്നതാണ്. വീടൊക്കെ കാണാൻ ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴും നമുക്കൊരു ലക്ഷറി വീട് പോലെ തോന്നും. അതുപോലെയാണ് വീടെല്ലാം ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത് 1850 ആ ഒരു കാലഘട്ടത്തിൽ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ
അടുപ്പാണ്. അതൊരു ഇരുമ്പ് കൊണ്ടുള്ള അടുപ്പാണ്, പക്ഷെ നമ്മളതിൽ ഉപയോഗിക്കുന്ന മരമാണ്. മരം അതിൻ്റെ ഉള്ളിലിട്ട് കത്തിച്ചിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ പുകയെല്ലാം പുറത്തു പോകാൻ പൈപ്പെല്ലാം വെച്ചിട്ടുണ്ട്. പുകയില്ലാത്ത അടുപ്പാണിത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണിത്. 1920കളിലെ ഒരു സ്കൂൾ മുറി, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തെ സ്കൂള്. ചെറിയൊരു ലൈബ്രറി പോലെ ഇത് അലമാരയുണ്ട് ബുക്കെല്ലാം വെക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞ ഒരു ഒറ്റ മുറിയാണ്. ഈ ഒറ്റ മുറിയിലാണ് ഈ എല്ലാ പ്രായത്തിലുള്ള കുട്ടികളും എല്ലാവരും ഇരുന്ന് പഠിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു അധ്യാപകനാണുള്ളത്. ഈ അധ്യാപകൻ്റെ കീഴിലാണ് എല്ലാ കുട്ടികളും വന്നിരുന്ന് പഠിക്കുന്നത്. പക്ഷെ അന്നത്തെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ റീസൺ, അവരെല്ലാം സംസാരിച്ചിരുന്നത് ഗേലിക് ഭാഷയാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ വന്നത് ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഈ ഭാഗമായിട്ട് ഇവർക്ക് ഈ ഗേലിക് സംസ്കാരത്തിൽ നിന്ന് ഈ നോവ സ്കോഷ്യൻ പീപ്പിളായിട്ട് മാറുന്നതിൻ്റെ ഒരു തുടക്കം കൂടി ഇതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിന് വരുന്ന ഒരു മാറ്റം വരുത്താൻ വേണ്ടി വന്നിരുന്നൊരു സ്കൂള്. പക്ഷെ ഇപ്പോഴും അതിമനോഹരമാണ്. അതിൻ്റെ ഉള്ളിലെല്ലാം കാണാനും അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതൊക്കെ അതിമനോഹരമാണ്. എല്ലാ സ്ഥലങ്ങളും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതിമനോഹരമാണ്. അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ബുക്കുകളും സ്ലേറ്റ് ബോർഡുകളും പഴയ പുസ്തകങ്ങളും എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാം അതിമനോഹരമായിട്ട് തന്നെ നമുക്ക് പോയി കണ്ടുവരാം. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വരെ അതിനകത്തിരുന്ന് പഠിക്കാൻ തോന്നും. പിന്നെ അവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ 1920കളിലെ ഈ ഒരു ജനറൽ സ്റ്റോറാണ്. അപ്പോൾ ഈ സ്റ്റോറിൻ്റെ അകത്ത് വന്നാലും ആ ഒരു ലേഡി ചുമ്മായിരിക്കാതെ അവരും ഈ ഹാൻഡ്ലൂം അല്ലെങ്കിൽ ഈ കൈത്തറി വെച്ചിട്ട് അവരൊരു ബ്ലാങ്കറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞില്ലേ, ഇതൊരു ലിവിങ് മ്യൂസിയമാണ്. അപ്പോൾ ആ ഇരിക്കുന്ന ലേഡി റെപ്രസെൻ്റ് ചെയ്യുന്നത് 1920 കാലഘട്ടത്തിനെയാണ്. അപ്പോൾ ആ ലേഡി സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ്. അപ്പം എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞാണ്, എന്താണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ക്യാമറ, ഇത്രയും ചെറുത് അവർ കണ്ടിട്ടില്ലല്ലോ, ഇത് എന്താണ് സാധനം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം ഞാനതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. പക്ഷെ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ മനസ്സിലാവും അവർ ആ കാലഘട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ അവർ ആ ഒരു രീതിക്ക് മാത്രമേ അവർ സംസാരിക്കൂ. ഇതൊരു ജനറൽ സ്റ്റോറാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അവർ ആഹാരം പാകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിവിധ തരം ഭക്ഷണ വസ്തുക്കൾ, ഗ്രോസറി സാധനങ്ങൾ, മിഠായികൾ, പിന്നെ പാത്രങ്ങൾ, കപ്പുകൾ എന്ന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഇവരിത് വെറും ഒരു കട മാത്രമല്ല, എല്ലാ ഗ്രാമവാസികളും അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ ആൾക്കാരും വന്ന് കൂടി അവർ വാർത്ത പങ്കുവെക്കുന്നതും അവരുടെ സൗഹൃദം പുതുക്കുന്നതും എല്ലാത്തിനും വേണ്ടിയുള്ളൊരു സാമൂഹിക കേന്ദ്രം കൂടിയാണിത്. പിന്നെ ഈ ജനറൽ സ്റ്റോറിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന അവിടുത്തെ സാധന സാമഗ്രികളും തയ്യൽ മെഷീനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. പക്ഷേ ഇവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറൊന്നും കൂടി കാണാം. വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ സ്റ്റോറിന്. ഈ സ്റ്റോറിൻ്റെ ഇതെല്ലാം അവർ നിർമ്മിച്ചിരിക്കുന്ന ബ്ലാങ്കറ്റ് നിർമ്മിച്ചിരിക്കുന്നതെല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ഈ സ്റ്റോറിന് ഞാൻ പറഞ്ഞ പ്രത്യേകത ഇതാണ്, ഈ സ്റ്റോറിൻ്റെ ഒരു മൂലയിൽ തന്നെയാണ് അവരുടെ ഒരു പോസ്റ്റ് ഓഫീസ്. അപ്പം അന്നത്തെ ടൈപ്പ് റൈറ്റർ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ബാക്കി ഷൂവും കാര്യങ്ങളെല്ലാം അവർ നിർമ്മിച്ച് വെച്ച് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഇതാണ് ഈ കാണുന്ന പോസ്റ്റ് ഓഫീസിൻ്റെ സെറ്റപ്പ്. അന്നത്തെ ടൈപ്പ് റൈറ്റർ ഇതൊക്കെ 1920കളിലാണെന്ന് ഓർക്കണം. ഈ സ്റ്റോറിൻ്റെ മൂലയിൽ തന്നെയാണ് ഈ പോസ്റ്റ് ഓഫീസ്. പക്ഷെ അന്നത്തെ കാലത്ത് അവർ വന്നിരിക്കുന്ന കുറേ കത്തുകളും കാര്യങ്ങളെല്ലാം ഇപ്പോഴും അവരോട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോർ ഉടമ അല്ലെങ്കിൽ ഈ കടയുടമ തന്നെയായിരിക്കും ഈ പോസ്റ്റ് മാസ്റ്ററും കത്തുകളും ഇപ്പോൾ പാഴ്സലുകളും എല്ലാം അയക്കാനും വാങ്ങാനും ഒക്കെ ആയിട്ടുള്ള ഇത് എല്ലാം പ്രവർത്തിപ്പിക്കുന്നത് എല്ലാ ആ കടയുടമ തന്നെയായിരിക്കും. പിന്നെ അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന സിഗാറ് കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. പിന്നെ പലതരം ഐറ്റംസ് അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന എല്ലാത്തരം സാധനങ്ങളും എല്ലാം അവിടെയുണ്ട്. ഇതാണ് കൊല്ലപ്പണി അല്ലെങ്കിൽ കൊല്ലപ്പണിശാല. ഇവർ ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളും കുതിരലാടങ്ങളും ആണികളും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ കട. അതിലതിൻ്റെ ഇതിൻ്റെ റേറ്റ് എല്ലാം എഴുതിയിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് ഇത് അടുത്ത വീടാണ് കേട്ടോ. വീടിൻ്റെ അകത്ത് കയറി അന്നത്തെ കാലത്ത് അവർ കളിച്ചിരുന്ന ഗെയിമാണ് ചെസ് പോലത്തെ ഗെയിം. കട്ടിൽ,
കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തൊട്ടിൽ പോലെ സെപ്പറേറ്റ് ടേബിൾസ്. പക്ഷെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വണ്ടർ അടിച്ചു പോകും. അതേപോലത്തെ സെറ്റപ്പിലാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ലക്ഷറി വീട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു സംഗതിയുണ്ട്. ഇതെല്ലാം നമ്മൾ പണ്ട് ഇഷ്ടം പോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ വണ്ടർ അടിച്ച് പോയത്. ഈ കാണുന്നതാണ് ടെലിഫോൺ. 1920കളിൽ അവർ പുറലോകവുമായിട്ട് ഗലിക് ആൾക്കാർ പുറലോകമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ടെലിഫോൺ സംവിധാനം. ഇതെന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യേണ്ട ആൾ ഇങ്ങോട്ടേക്ക് വിളിക്കും. ഇവിടെ കോള് വന്നിട്ട് ആരോടെ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവരെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എടുത്തിട്ട് അതിൽ സെപ്പറേറ്റ് കണക്ട് ചെയ്യും. അപ്പം അത് കണക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് വിളിച്ച ആൾക്ക് മറ്റേ ആളോട് സംസാരിക്കാൻ കഴിയാം. സോറി. അപ്പം ഈ കണക്ട് ചെയ്യുന്ന മാറിപ്പോയി കഴിഞ്ഞാൽ വിളിച്ച കോള് പോകുന്നത് വേറെ ആർക്കെങ്കിലും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷ്മമായിട്ടത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ കാണുന്ന അവരുടെ കിച്ചണിലെ ഈ അടുപ്പാണ്. പുകയില്ലാത്ത അടുപ്പ് അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്നത്. അതിമനോഹരമായിട്ടാണ് അവരിതെല്ലാം. ഇതൊന്നും മാത്രമല്ല, അവിടുത്തെ എല്ലാ കാഴ്ചകളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ്. അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, ചായപ്പൊടി എല്ലാം. അതല്ല, അന്നത്തെ കാലത്ത് അത് തന്നെയാണ് അവർ കീപ്പ് ചെയ്യുന്നത്. അതും അത് മനോഹരമായിട്ട് നല്ല വൃത്തിക്ക് ക്ലീനും നീറ്റായിട്ടാണ് അവരത് കീപ്പ് ചെയ്യുന്നത്. അതിമനോഹരമാണ്. പിന്നെ ഈ ഇത്രയും കാലഘട്ടം ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ല. 1790കളിലെ സ്റ്റോൺ ഹൗസ് മുതൽ 1920 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ആ ഗേലിക് സമൂഹത്തിൽ എനിക്ക് ഏറ്റവും വണ്ടർ അടുപ്പിച്ച ഒരു സംഗതിയുണ്ട്. അതിപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് വീണ്ടും ടെലിഫോൺ തന്നെയാണ്. അതിനു മുന്നേ ആ വീടിൻ്റെ 2ാം നില, ഇതിൻ്റെ മുകളിലുണ്ട് 2 മുറി. ഈ 2 മുറി നമ്മളിതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ 2 മുറിയിൽ ഒരു മുറിയിൽ ഇവർ വാഷ് ചെയ്യാനും വാഷ്റൂമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരു സെപ്പറേറ്റ് ഇതെല്ലാം വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതിനുള്ള കട്ടിൽ, ഇരിക്കാനുള്ള ചെയർ, ടേബിൾസ്, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മുറി, കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ, ഒരു ചെറിയ വാഷ് ബേസിൻ, എല്ലാവിധ സെറ്റപ്പും ഒരു ലക്ഷറി സെറ്റപ്പോട് കൂടിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു വീടാണ് 1920 നിർമ്മിച്ചത്. പിന്നെ പറഞ്ഞ പോലെ എല്ലാ വീട്ടിലും ആ കാലഘട്ടം മുതൽ കൈത്തറി വസ്ത്രങ്ങൾ നിർമ്മിക്കാനുള്ളത് എല്ലാ വീടുകളിലും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു വണ്ടർ അടുപ്പിക്കുന്ന കാര്യം കുറച്ച് മുമ്പേ. ആ വണ്ടർ അടുപ്പിക്കുന്ന സംഗതിയാണ് ഈ കാണുന്ന തടിമില്ല് അല്ലെങ്കിൽ സോമില്ല്. ഈ മില്ല് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കവരത് പ്രവർത്തിപ്പിച്ച് കാണിച്ചു തരും. പക്ഷെ അവരത് പറയുന്നതും ഇരിക്കുന്നതും പെരുമാറുന്നതും എല്ലാം അന്നത്തെ ആ കാലഘട്ടത്തിൽ അവരെങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയാണ്. ഇപ്പം അന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ നെയ്ബറോട് സംസാരിക്കുന്നത് പോലെ തൊട്ട് താഴെയുള്ള വീട് കാണിച്ചു തന്നില്ലേ, ആ വീട്ടിലുള്ള ആ ഒരു ലേഡിയോട് ഇയാൾ സംസാരിക്കും. ആ സംസാരിക്കുന്നത് വരെ, ആ കോൺവെർസേഷൻ വരെ അവർ അന്നത്തെ കാലത്ത് ചെയ്ത പോലെയായിരിക്കും. അതാണ് ലിവിങ് മ്യൂസിയത്തിൻ്റെ പ്രത്യേകത. പിന്നെ ഏറ്റവും വണ്ടർ അടുപ്പിച്ചൊരു കാര്യം, ഈ തടിമില്ല് കണ്ടല്ലോ, ഈ തടിമില്ല് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയും. ഈ തടിമില്ല് വർക്ക് ചെയ്യുന്നത് വെള്ളത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. വെള്ളത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ തടിമില്ല് പ്രവർത്തിക്കുന്നത്. അപ്പം ഇയാളിപ്പോൾ ഇത് വർക്ക് ചെയ്യിപ്പിച്ച് ഇപ്പോൾ തടി കട്ട് ചെയ്ത് കാണിച്ചു തരും. അപ്പം നമുക്കത് കാണാം, നല്ല കൃത്യമായിട്ട് വെള്ളത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ് കൃത്യമായിട്ടത് കട്ട് ചെയ്ത് നമുക്ക് ഡെമോ ആയിട്ട് കാണിച്ചു തരും. പിന്നെ ഇത് കട്ട് ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ, വേറൊരു സംഗതി കൂടിയുണ്ട്. ഇവർ ഈ കട്ട് ചെയ്തെടുത്ത തടിയുടെ പീസ് അവർ പോളിഷ് ചെയ്യും. ആ പോളിഷ് അല്ലെങ്കിൽ അത് എന്താ പറയുക, നമ്മൾ ഒരു ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവരതിന് വേറൊരു സംഗതി കൂടി, ഒരു മെഷീനും കൂടി അവിടെയുണ്ട്. അതിനു മുന്നേ നമുക്ക് ഈ മെഷീൻ്റെ വലിയ ബെൽറ്റ് കണ്ടോ, ഈ വലിയ ബെൽറ്റും ഈ വലിയ ചക്രങ്ങളും കാര്യങ്ങളും വെച്ചിട്ടാണ്, ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് അത് പ്രവർത്തിപ്പിക്കുന്നതാണ് കൂടി ആലോചിക്കണം. ഇതൊക്കെ കണ്ടാൽ നമുക്ക് അൺബിലീവബിളാണ്. വെള്ളം ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്ന സെറ്റപ്പ് എന്ന്. അതിൻ്റെ ബിഹൈൻഡ് സയൻറ്റിഫിക് അല്ലെങ്കിൽ എന്താ തിയറി എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പിന്നെ
പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ കട്ട് ചെയ്തെടുത്ത തടി അവരിത് കറക്റ്റ് ഷേപ്പിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അവർ വേറൊരു മെഷീൻ്റെ അകത്ത് വെച്ചിട്ട് അത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഫുൾ ഒരേ സൈസിലാക്കി എടുക്കാൻ വേണ്ടി അവരത് വെക്കും. പിന്നെ ഈ കാണുന്നതാണ് കാർഡിംഗ് മില്ല്. ഈ കാർഡിംഗ് മില്ലെന്ന് പറഞ്ഞാൽ ഈ ആടുകളെയൊക്കെ കൊണ്ടുവന്ന് രോമം കട്ട് ചെയ്തിട്ട് ആ കമ്പിളിയെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ യന്ത്രം വെച്ചിട്ടാണ് അത് വൃത്തിയാക്കുക. ഈ കുരുക്കൊക്കെ അഴിച്ച് എല്ലാം സെറ്റാക്കി എടുക്കും. ഇത് ഭയങ്കര എളുപ്പത്തിൽ പണി തീരും. പക്ഷേ ഈ യന്ത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്തോ ടൈം മെഷീനിന് വേണ്ടി സിനിമയൊക്കെ കാണുന്ന പോലെ ടൈം ട്രാവലിന് വേണ്ടി വെച്ചിരിക്കുന്ന മെഷീൻസൊക്കെ പോലെ തോന്നും കേട്ടോ. അത്രയ്ക്കും വലിയ മെഷീൻസാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ആ കാലഘട്ടത്തിൽ. അതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് വണ്ടടിക്കുന്ന രീതിക്കാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതിമനോഹരമാണ് ഈ പ്ലേസ്. ഒരിക്കലെങ്കിലും നോവാസ്കോഷ്യ വരുന്നെങ്കിലും ഒരിക്കലെങ്കിലും പോയി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത സ്ഥലം പരിചയപ്പെടാം.